സോ ഹലോ ഗോയ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പം എന്തായാലും ഈ ചാനലിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോയും കാലൊക്കെ തന്നെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇന്ന് ചെയ്യാനായിട്ട് പോകും നമ്മുടെ GTA 5 ഒരു എപ്പിസോഡും കാലൊക്കെ തന്നെ, ഈ GTA 5 വെബ് സീരീസ് എപ്പിസോഡും കാലൊക്കെ തന്നെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ഫസ്റ്റ് എപ്പിസോഡും കാലൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം ഫസ്റ്റ് മുതൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സ്റ്റോറിയും കാലൊക്കെ ഏകദേശം പിടി കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒത്തിരി കാലത്ത്, അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റേ മെയിൻ ചാനലിലൊക്കെ ഒത്തിരി എപ്പിസോഡ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതെന്തായാലും എല്ലാവർക്കും തന്നെ ഇരുന്ന് കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതെന്തായാലും തുടക്കത്തിൽ, അതായത് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ തുടങ്ങാനായിട്ട് പോകുന്നൊരു എപ്പിസോഡും കാലൊക്കെ തന്നെയായിട്ടാണ്. അപ്പോൾ ഈ നമ്മളങ്ങനെ ഫൈനലി നമുക്കൊരു വീടും കാലൊക്കെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടും കാലൊക്കെ. നമുക്കൊരു പട്ടിയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ. പട്ടി അപ്പുറത്ത് ചെറിയ കർമ്മങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നായ തന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് പട്ടാണ് പിന്നാലെ വരുന്നുണ്ട്. എന്താണ് പുള്ളി ചുമ്മാ ഇരുന്ന് കുരയ്ക്കാന്നൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വീട് എന്തായാലും ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഒരു കിട്ടിലും ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഗൈസ്. ഇപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ തന്നെ സിമിയോൻ വിളിച്ചിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ എന്തായാലും സിമിയോൻ എന്ന് പറഞ്ഞൊരു കാർ പുള്ളിക്കാരൻ്റെ ഒരു കാർ ഷോറൂം കാലൊക്കെ തന്നെ ഉണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ അവിടെയാണ് വർക്ക് ചെയ്യണത്. ഓക്കെ, അപ്പോൾ സിമിയോൻ നമുക്ക് ക്യാഷും കാലൊക്കെ തരാം. അപ്പോൾ ആ ക്യാഷും കാലൊക്കെ വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഓരോ ടാസ്കുകൾ പറയും. കാര്യം കുറച്ച് ഇല്ലീഗൽ ടാസ്കുകളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളത് ചെയ്ത് കൊടുക്കും. അതിനുശേഷം പുള്ളിക്കാരൻ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കാലൊക്കെ തരാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ നിലവിൽ ജീവിച്ച് പോകുന്നത് ഗൈസ്. ഇപ്പോൾ നമ്മളെന്തായാലും നേരെ നമ്മുടെ സിമിയോൻ ഇപ്പോൾ നമുക്കൊരു വർക്കിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. എന്തോ ഒരു സംഭവമാണ്, എന്താണെന്ന് അറിയത്തില്ല. എല്ലാം വർക്കിന് വേണ്ടി നമ്മൾ നൈസായിട്ട് പോവാണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലൊരു ബൈക്കും കാലൊക്കെ തന്നെ ഉണ്ട്. ഈ ബൈക്കും കാലൊക്കെ എടുത്ത് നമുക്ക് നല്ല നേരെ അങ്ങോട്ടേക്ക് പോവാം. ഹെൽമെറ്റ് ഇട്ട് ഫ്രാങ്ക്ലി. ഓക്കെ, സെറ്റ്. നമ്മളങ്ങനെ ഹെൽമെറ്റും കാലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിനി നേരെ നമ്മുടെ സിമിയോൻ്റെ ഗരാജ് പോട്ടെ, ഷോറൂം വരെ ഒന്ന് പോകണമൊക്കെ. അന്നേരം സിമിയോൻ എന്തിനാണ് വിളിച്ചതെന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും ഒരു ടാസ്ക് കയറാനായിരിക്കും, അല്ലാണ്ട് നമ്മളങ്ങനെ വിളിക്കാറില്ല കേട്ടോ ഗൈസ്. ഒക്കെ എന്തായാലും വീഡിയോയിലൊക്കെ മുടക്കാൻ മാറില്ല. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കയറി ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ഒക്കെ അപ്പോൾ എന്തായാലും എത്ര പേര് നമ്മുടെ പഴയ, അതായത് മെയിൻ ചാനലിൽ നിന്ന് വന്നവരാണെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. എന്തായാലും എല്ലാവരും തന്നെ ഒന്ന് കമൻറ്റ് അറിയിക്കുക, മറക്കരുത്. കാണണ്ട എല്ലാവരും തന്നെ കമൻറ്റ് അറിയിക്കുക മെയിൻ ചാനലിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സിമിയോൻ്റെ ഗരാജിൽ എത്തിയിട്ട് കാണാട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് തന്നെ പോവാം. സോ ഗൈസ്, അപ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മോൻ. ഓക്കെ, അപ്പോൾ അവിടെ സിമിയോൻ്റെ ഗാരേജ് മറ്റേ ഷോറൂമാണ് ആ കാണുന്നത്. ഓക്കെ, അപ്പോൾ നേരെ കാണുന്നത് നേരെ നമ്മളങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, എന്തായാലും ഗരാജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് അധികം കാറുകളും പോയിട്ട് വണ്ടികളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഷോറൂമിൻ്റെ അകത്തേക്ക് കയറാം. വണ്ടി മറച്ചിട്ട് അവിടെ കിടക്കട്ടെ, വിഷയമില്ല. നമുക്കതെല്ലാം നേരെ അകത്തേക്ക് കയറി നോക്കാം കേട്ടോ. പൂട്ടിയിട്ടൊക്കെ ഉള്ള ഇപ്പോൾ ഗാരേജ് പൂട്ടിയിട്ടൊക്കെ എന്ത് സംഭവം അറിയില്ല. അവിടെയൊക്കെ കാറുകൾ ഓടിയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഉള്ളിൽ ഇത് ലൈറ്റ്സ് കാലൊക്കെ കത്തുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇത് പൂട്ടിയിട്ടേക്കാണ്. ഇതെന്ത് സംഭവം എനിക്ക് അറിയില്ല. ബാക്ക് വെസ്റ്റ് പോയി നോക്കണോ? ഇവിടെ ഇനി ബാക്കിൽ ഷട്ടർ എങ്ങനെ തുറന്നേണ്ടോന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോയി നോക്കാം. ഈ സമയത്ത് ഈ ഡോർ തുറന്നുണ്ടോ? ഇതും തുറന്നിട്ടില്ല. ഇവിടെ ക്യാമറാസും കാലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ എന്താണ് ഇത് തുറന്നിട്ടില്ല. പിന്നെ പുള്ളി നമ്മൾ ഷോറൂമിലേക്ക് വരാനായിട്ട് ആദ്യം അവിടെ പുള്ളി ഷോറൂമിലേക്ക് വരാൻ പറഞ്ഞു. ഞാനും വിചാരിച്ചു ഷോറൂം കൂട്ടിയിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല എന്താണ്. ഓക്കെ, അപ്പോൾ നമുക്കതെല്ലാം നൈസായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. സോ ഗൈസ്, അപ്പോൾ സിമിയോൻ എന്തായാലും അത്യാവശ്യം നല്ല ദേഷ്യത്തിലാണെങ്കിൽ സംഭവം എന്ന് വെച്ചിട്ടാണെങ്കിൽ ഷോറൂം തുടക്കാനായിട്ട് കാറുകൾ വേണ്ട ഫ്രാങ്ക്ലിൽ നിന്നൊക്കെയാണ് ചോദിക്കണം. അപ്പോൾ എന്തായാലും കാറുകളൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ഇപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ പെലേറ്റ് ബേ ആ റൂട്ടിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് ചെറിയൊരു ട്രക്ക് നിറച്ചും കാറുകളൊക്കെ ആയിട്ട്, അതായത് അത്യാവശ്യം കുറച്ച് കാറുകളായിട്ട് പോകുന്നൊരു ട്രക്കുണ്ട്. അപ്പോൾ നീ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ എങ്ങനെയെങ്കിലും പെലേറ്റ് ബേയിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ ഒരു ട്രക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ട്രക്ക് അവിടെ ആ ഒരു ട്രക്കാണ് പോകുന്നുള്ള ആ ഒരു ടൈമിൽ. അപ്പോൾ ആ ട്രക്ക് നൈസായിട്ട് നീ അത് സ്റ്റീൽ ചെയ്തിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുപോകും. ബാക്കി സീനുകളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ 200,000, അതായത് $200,000 നമുക്ക് തരുമെന്നാണ് പറഞ്ഞേക്കുക. എന്തായാലും ആ ഒരു ക്യാഷ് നമുക്കൊരു കാറ് വാങ്ങാം.
ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ട്രക്ക് ഏത് ടൈപ്പ് കാറുകളൊക്കെയാണ് എന്താണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മോനൊരു കിട്ടിലും ബൈക്ക് അവിടെ കിടപ്പുണ്ട്. ഡുകാട്ടിയുടെ ഒരു കോപ്പി എന്നുണ്ട്. എന്തായാലും നമുക്ക് ആ നൈസായിട്ട് ആ ഒരു വണ്ടികളൊക്കെ എന്തായാലും സ്റ്റീൽ ചെയ്തെടുക്കാനാണ് ഇപ്പോൾ നമ്മളെന്തായാലും പോകുന്ന ആ ഒരു ട്രക്ക്. ഒക്കെ ഇപ്പോൾ എന്തായാലും വേറെ ഏതെങ്കിലും സീനും കാലമൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും ഇനി കൂട്ടിന് ഒരു നമ്മുടെ ലാമറിനെയും കൂടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ലാമറിനെ കൂടെ വിളിച്ചിട്ട് നമുക്ക് എന്തായാലും പോവാം. നമുക്ക് എന്തായാലും നൈസായിട്ട് പുള്ളിക്കാരൻ ഫോണിലൊന്ന് വിളിച്ചു നോക്കി എവിടെയാണോ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട്. ലാമർ നമ്മളങ്ങനെ നൈസായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലാമർ എന്തായാലും നമ്മുടെ വീടിൻ്റെ പഴയ വീടിൻ്റെ അമ്മയുടെ വീടിൻ്റെ ആ പരിസരത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ മോമിൻ്റെ വീടിൻ്റെ അവിടെ ആയിട്ടുണ്ട്. എന്തായാലും നൈസായിട്ട് ഒരു ഷോർട്ട് കട്ടും കാലം കട്ട് നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. മോമിൻ്റെ വീട് ഓക്കെ. ഇതേ ലാമറോണ കമോൺ. പുള്ളിക്കാരൻ പേടിച്ചു പോയാ. കമോൺ കേസ്. ഇപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വണ്ടിയിൽ വന്ന് കയറിയിട്ടുണ്ട്. എന്താ കേസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ നമ്മളെന്നാലും പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ, നമ്മളതായത് കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വണ്ടി കാലൊക്കെ മോഷ്ടിക്കണം, ഒരു ട്രക്കും കാലൊക്കെ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും അതിന് വേണ്ടി നമുക്ക് നല്ല ചിലപ്പോൾ ചെറിയ ഗൺസും കാലൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്യൂനേഷൻ വരെ ഒന്ന് പോകണത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല കുറച്ച് ഗൺസും കാലൊക്കെ എടുക്കണം. ഓക്കെ, ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു അമ്യൂനേഷൻ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ നേരെ പോയിട്ട് ആ കുറച്ച് ഗണ്ണൂടി വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രക്ക് സ്റ്റീലാണ് എളുപ്പമായിരിക്കും. സത്യം പറഞ്ഞ ഒരു ഹൈജാക്കിങ്, ആ ട്രക്ക് അങ്ങ് ഹൈജാക്ക് ചെയ്യുക, അവിടുത്തെ കാശ് കൊണ്ടുപോയി സിമിയന് കൊടുക്കുക, നമുക്ക് ക്യാഷ് വാങ്ങാം. അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാറും കാലൊക്കെ വാങ്ങിയാലോ കേസ്. നോക്കി എന്തായാലും നമുക്ക് എന്തായാലും ഒരു കാറില്ല, ബൈക്കാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു കാർ, അതായത് നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു കാറും കാലൊക്കെ തന്നെ നമുക്ക് എന്തായാലും വാങ്ങാനായിട്ട് ശ്രമിക്കാം. ഓക്കെ കേസ്, എന്തായാലും ഏകദേശം നമ്മുടെ അമ്യൂനേഷൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ള ഈ അമ്യൂനേഷൻ കൊണ്ടുവന്ന് വെച്ചാണ്. എൻ്റെ മോനെ കൊള്ളാം. എന്തായാലും ഈ സമയത്ത് ഇപ്പോഴായിട്ടാണ് അമ്യൂനേഷൻ ഇപ്പോഴായിട്ടില്ല, അടുത്ത ജംഗ്ഷനിലാണ് ആ ഒരു അമ്യൂനേഷൻ കാലൊക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ നൈസായിട്ട് അമ്യൂനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അമ്യൂനേഷൻ. നിൽക്കാം അങ്ങോട്ട് സെറ്റ് കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല അത്യാവശ്യം, അതായത് വേണ്ട കുറച്ച് സാധനമാണെന്ന് പറഞ്ഞാൽ ഒരു പിസ്റ്റലും കാലൊക്കെ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അതായത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും കുറച്ചധികം പിസ്റ്റൽ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ചധികം ഒന്നല്ല, കുറച്ച് പിസ്റ്റൽ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ സെറ്റ്. ഇനി വേറെ എന്തെങ്കിലും ഇത് വാങ്ങിച്ചേക്കാം, ചിലപ്പോൾ വേണ്ടി വന്നാലോ. പിന്നെ എന്തായാലും ഒരു കത്തി വാങ്ങിച്ചേക്കാം. കത്തി എന്തായാലും ആവശ്യമുള്ള, ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അത് നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റില്ല. ഓളത്തെ ഈ സാധനം വാങ്ങിച്ചേക്കാം. മാർക്സ്മാൻ പിസ്റ്റൽ, ഇത് കൊള്ളാട്ടോ, ഇത് സെറ്റ് സാധനമാണ്. മാർക്സ്മാൻ പിസ്റ്റൽ നല്ല ഒച്ചയൊക്കെ വെച്ചിട്ട്. റിവോൾവർ ഉണ്ടാവോ പുള്ളിയുടെ കയ്യിൽ? റിവോൾവർ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഓക്കെ, റിവോൾവർ ഒന്നും ഇല്ല എന്നുണ്ട്. പുള്ളി വിൻറ്റേജ് സാധനങ്ങളൊന്നുമില്ല. ഇതെല്ലാം നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ, ലാമറും ഗണ്ണും വാങ്ങിച്ചിട്ടുണ്ട്, സീനില്ല. എന്തായാലും നമുക്കിനി നേരെ വണ്ടി എടുക്കാം. ഓക്കെ, ലാമറെന്ത് ചെയ്യാം? ലാമർ കയറിയുണ്ട് ഗൈസ്. ഇപ്പോൾ ആ ട്രക്ക് എത്ര ട്രക്ക് ഉണ്ട്, സെക്യൂരിറ്റി കാറൊക്കെ വല്ലതും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അത് ഏത് ഷോറൂമിലേക്ക് പോകണ കാസാണ്, എന്തൊക്കെ കാറുകളാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ ചെന്നാൽ മാത്രമാണ് അറിയത്തുള്ളൂ. അവിടെ എന്തായാലും ആ റൂട്ടിക്കട ആ ഒരു ട്രക്ക് മാത്രമേ പോകുന്നുള്ളൂ. വേറെ കൂടുതൽ ഡീറ്റെയിൽസ് കാരണം നമുക്ക് തന്നില്ല. ഓക്കെ, അപ്പോൾ തന്നെ എന്തായാലും ഒരു ഗ്രീൻ കളർ ട്രക്കായിരിക്കും എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഗ്രീൻ ട്രക്ക്. അപ്പോൾ എന്തായാലും അത്രയും ഐഡൻറ്റിഫിക്കേഷൻസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. സിമിയോൻ അറിയത്തില്ല. നമ്മളെന്തായാലും ഇനിയിപ്പോൾ നേരെ പെലറ്റ് ബേക്ക് പറക്കാനായിട്ട് പോകണം. എന്തായാലും വേറെ വഴിയും കാരണം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് തന്നെ കത്തിച്ച് തന്നെ വിടാട്ട കേസ്. ഓക്കെ, എന്തായാലും ഹൈവേക്ക് ആ ഭാഗത്തേക്ക് എത്താറാണ്ട് നമുക്ക് കത്തിച്ച് തന്നെ പോവാം. സോ ഗൈസ്, അപ്പോഴത്തേക്കും നമ്മൾ നൈസായിട്ട് നമ്മുടെ പെലറ്റ് ബേയുടെ ഒരു വഴിയുടെ ആ ഭാഗത്തേക്ക് നമ്മളങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ല നൈസായിട്ട് നമ്മുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്തിടാം. കാരണം പറഞ്ഞാൽ ആ വണ്ടി എപ്പോഴും വന്നിയെന്ന് അറിയില്ലല്ലോ. പിന്നെ ഏത് വഴിക്കാണ് വരണേന്നും സിമ്മിയും പറഞ്ഞില്ല. പെലറ്റ് ബേക്ക് പോണ വഴി എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടെ. വെയിറ്റ് ചെയ്ത് നോക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്കെന്നല്ലേ വണ്ടി മീന്ന് ഇറങ്ങി ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ വണ്ടി വരുമായിരിക്കും, അറിയത്തില്ല. ബൈനക്കുലറും അതൊക്കെ വെച്ച് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ നോക്കിയിട്ട് വേറെ വണ്ടികളൊന്നും കാണുന്നില്ല ഇവിടെ. ഓക്കെ, വണ്ടിയില്ല. യെസ് ഗൈസ്, അതൊരു ലൈം ഗ്രീൻ ട്രക്കാണ്. നേരെ വണ്ടിയുടെ അതേ കയറാം. എൻ്റെ മോൻ ഇടിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് പോണേ. ഈശ്വരാ, സീനാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാറുകളും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. നമുക്കത് നൈസായിട്ട് ഈ വണ്ടി തന്നെ ഇടുക.
ഒരു കൂടിയ പിസ്റ്റലും കാര്യമൊക്കെ തന്നെ ഉണ്ട്. എൻ്റെ മോൻ ഇവനിങ്ങനെ ഈ വണ്ടി ഇങ്ങനെ ഹൈജാക്ക് ചെയ്യുമെന്ന് ഞാൻ നോക്കണേ. ബൈക്ക് വെച്ച് വട്ടം നിർത്തി നോക്കാം. അപ്പോൾ എന്തായാലും നിർത്തേണ്ടതാണ്. ഓക്കെ, എൻ്റെ പൊന്നെ ഇവൻ അങ്ങനെ നിർത്തണ ടൈപ്പ് അല്ലാന്നുകൊണ്ട് ഇവൻ്റെ ഫ്രണ്ടിൽ ഒരു സാധനം കണ്ട ഈ ട്രക്കിൻ്റെ ഫ്രണ്ടിൽ എന്തോ മുള്ളു പോലത്തെ എന്താണ് സാധനമൊക്കെ ഉണ്ട്. തോക്ക് വണ്ടി പേടിപ്പിക്കാൻ കേസപ്പോൾ അവൻ അത് കണ്ടപ്പോൾ ഇത് നല്ല ഫാസ്റ്റിലാണ് പോണേ. എൻ്റെ മോൻ ഇവനെങ്ങനെ പൊക്കുമെന്ന് എനിക്ക് ഒരു പെട്ടിയില്ല. ഇവനെങ്ങനെയൊക്കെ തീർത്തേ പറ്റുക. ഓക്കെ, എന്തായാലും ഇവൻ ഒരുത്തുള്ളത് എന്താ സീനില്ല. നിർത്തിക്കോ മോനെ. ഓക്കെ, നേരെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ഓക്കെ, എൻ്റെ മോനെ പണിപ്പാളി. വണ്ടി എടുത്തോ വേറെ ഒറ്റ വഴിയില്ല. വണ്ടി എടുത്തോ മോനെ. ലാമറ വേഗം കയറിക്കും നമുക്ക് ടൈമില്ല. അവൻ നല്ല പോക്കാണ്ടോ പോണേ. അവൻ്റെ അടുത്ത് എത്തിക്കാന്ന് വെച്ചാൽ നിസ്സാര പണിയില്ല. ഓക്കെ കേസ് വന്നാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തണം. എൻ്റെ പൊന്നി, അവൻ്റെ ഫ്രണ്ടിലുള്ള സാധനം ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അത് ചെറിയൊരു ട്രക്കാണ്. ട്രക്കിൻ്റെതായ സ്പീഡ് ഉണ്ടാവുള്ളൂ. പിന്നെ അവിടെ ബൈക്കാണ് വേറെ കേസ്. ഇപ്പം എന്തായാലും പയ്യാണ് പോണേ. ഓക്കെ, അത് ട്രക്ക് വേണ്ട, പഞ്ചറാക്കണം. നമുക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും എൻ്റെ മോനൊക്കെ 1 സ്റ്റാർ മോണ്ടൽ ലെവൽ വന്നിട്ടുണ്ട്. ഓക്കെ, കേസ് അപ്പോൾ അവനെ തീർത്തുണ്ട്. സീല്ല പിന്നല്ല കേസ് അപ്പോൾ അവനെ നമ്മളങ്ങനെ തീർത്തുണ്ട്. വലിയ വിഷയമില്ല കേസ്. നമുക്ക് എന്തായാലും ലാമറോട് ഈ ബൈക്ക് എടുത്തിട്ട് വരാൻ പറയാം. കാരണം നമുക്ക് വേറെ വണ്ടികളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബൈക്ക് കളയാൻ പറ്റില്ല. ഗൈസ് ഇപ്പോൾ എന്തായാലും ലാമർ ബൈക്ക് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ സീൻ കാര്യം തന്നെ ഇല്ല. അല്ലെങ്കിൽ പോയി എൻ്റെ മോനെ പോലീസുകാരൊക്കെ അവനെ തീർത്തുണ്ട്. ആകെ പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. ഈ വണ്ടി നല്ല ആർമോഡ് വണ്ടിയാണ് കേട്ടോ. ഒരു സീനില്ല. എന്നാലും അവനെ താഴെട്ടുണ്ട്. ഗൈസ് ഇത് ബെല്ലാസ് ഗാങ് അല്ലേ? എൻ്റെ മോനെ സിമിയും നല്ല പണി കേട്ടോ. നമുക്ക് എന്തായാലും നല്ലൊരു പണി വേറെ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ പോലെ ഈ ട്രക്ക് അത്യാവശ്യം നല്ല സ്പീഡുള്ള ട്രക്കാണ് കേട്ടോ. പക്ഷെ എങ്ങനെ പോലെ നമുക്ക് ഈ വണ്ടി ഒന്ന് എങ്ങനെയാലും സിമിൻ്റെ ഗാരേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷോടെ വാങ്ങിച്ചാൽ പിന്നെ സീനില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ട്രക്ക് സെറ്റ് ട്രക്ക് കേട്ടോ. എൻ്റെ മോനെ ഈ വണ്ടി വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഒന്നും പറയില്ല. എൻ്റെ മോനെ പവർഫുള്ള് സാധനം തന്നെ ഇത്. ഫ്രണ്ടിലാവരോ എന്തോ ആർമോഡ് സാധനമൊക്കെ വെച്ചോണ്ടേ സീൻ പവറാണ്. എൻ്റെ മോനെ ട്രക്കിനാണെങ്കിൽ അന്യായ പവറും പിന്നെ നല്ല രീതിക്ക് സെറ്റ് സാധനം ഇടിച്ചു കഴിഞ്ഞാൽ ആടെ എന്തായാലും ഡെഡാവും. അമ്മാതിരി സാധനമൊക്കെയാണ്. പൈസ ഇപ്പം എന്തായാലും നമുക്ക് കത്തിച്ച് തന്നെ വിട്ടണം ഇവിടുന്ന്. അതായത് പോലീസുകാർ ഇവിടെ നല്ല രീതിക്ക് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവന്മാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴി നമ്മൾ നോക്കേണ്ടി വരും. ഇല്ലെന്നാലും നല്ലൊരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവന്മാർ ഈ ട്രക്കും സീസ് ചെയ്യും, നമ്മൾ ജയിലിലാക്കുകയും ചെയ്യും. പിന്നെ ഈ ഒരു ട്രക്ക് സീസ് ചെയ്താൽ പിന്നെ നമുക്കും കിട്ടില്ലല്ലോ. എന്തായാലും സിനിമ നമുക്കിട്ട് പണിയുകയും ചെയ്യും. പിന്നെ അത് വേറെ കേസ്. സിനിമ നമുക്ക് ക്യാഷും തരില്ല. ഓക്കെ കേസ് സേഫായിട്ട് എത്തിച്ചാൽ പിന്നെ ബാക്കി വന്ന് സിനിമൻ്റെ കൈകളിലുള്ള അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കേസ് ഈ ട്രക്ക് എവിടെ കൊണ്ടുപോയി ഞാൻ ഒളിപ്പിക്കുമെന്നാണ് ഇപ്പോൾ നോക്കണം. ഈ പോലീസുകാരൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ സീനില്ല. പക്ഷേ ഈ പോലീസുകാർ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സിനിമേൻ്റെ കൈ കൊണ്ടുപോയി കൊടുക്കാൻ പോലും പറ്റില്ലല്ലോ. ഫുള്ള് പോലീസുകാരാണ്, വെയിറ്റിംഗ് ആണ് ഇമാരൊക്കെ. എന്താ മോനെ ട്രക്കിൻ്റെ പവർ രക്ഷയില്ല. ഓക്കെ കഴിച്ചപ്പോൾ എന്തായാലും ഏതോ ഒരു ടയറൊക്കെ പോയിട്ടുണ്ട്. എൻ്റെ മോനെ ട്രക്കിനെന്നാലും കുറേ ടയറുള്ളതുകൊണ്ട് പിന്നെ വിഷയമില്ല. കഴിച്ചപ്പോൾ നമുക്കതല്ല എപ്പോഴെങ്കിലേ ഒളിച്ച പറ്റുമില്ലെങ്കിൽ എന്തായാലും നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഇവന്മാർ നല്ല രീതിക്ക് പണികൾ വെക്കുന്നുണ്ട് അവിടെ ഇവിടെ പോയിട്ട്. നമുക്കത് നേരെ വഴി മാറ്റിയിട്ട് ഏതൊരു ഉള്ളേര് പിടിക്കാം. എൻ്റെ മോനെ നല്ല സമയത്താണ് സെറ്റ് കേസ്. ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ഏതൊരു ഉള്ളേര് പിടിച്ചില്ലെങ്കിൽ പണി കിട്ടും. അത് കൺഫേമുള്ള കാര്യമാണ്. ഓക്കെ കേസ് മനസ്സിലാക്കി ഈ ഒരു വഴി പിടിച്ചില്ല. ഇതൊക്കെ ഏത് വഴിയെന്ന് പോലും എനിക്ക് അറിയാമെന്നുള്ള. എന്തായാലും ഉള്ളേര് പിടിക്കണം. കാട് വല്ല ഏരിയ ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഇതൊക്കെ ഏതോ സ്ഥലമെന്ന് പോലും അറിയാൻ പാടില്ല. പക്ഷെ എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെയാണ് പിടിച്ചിട്ട് പോണേ. ഉള്ളേരിയ എന്നും പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തേക്കൊക്കെയാണ് പോണേ. എൻ്റെ പൊന്ന് എന്തായാലും കത്തിച്ച് തന്നെ വിടുന്നുണ്ട്.